റാം ജിത്തു ജോസഫ് മോഹൻലാലിന്റെ ആക്ഷൻ പടം, ആക്ഷൻ ത്രില്ലർ പടമാണ്. ഗംഭീര ക്യാൻവാസിൽ വെക്കുന്ന പടമാണ്. ഇത് ആദ്യം ഒരു പാർട്ടായിട്ടായിരുന്നു വിചാരിച്ചിരുന്നത്. ഇത് പിന്നീട് ഇതിന്റെ ഡ്യൂറേഷൻ കൂടി 2 കഥയാക്കാനുള്ളതായപ്പോൾ റാം 1ഉം 2 ആക്കി. റാം 1 ഏകദേശം ഒരു 90% ഷൂട്ട് ചെയ്തു, മറ്റേതൊരു 50-60% ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം കാരണം 150 കോടിക്കൊക്കെ മുകളിലായെന്ന് ജിത്തു ജോസഫ് തന്നെ പറഞ്ഞു ഇതിൻ്റെ ബഡ്ജറ്റ്. കാരണം പല വിവിധ രാജ്യങ്ങളൊക്കെ ഇപ്പം 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നം, 2 എൻ്റെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്നു എന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ ജിത്തു ജോസഫ് പറഞ്ഞത്. ഇതിൻ്റെ ഷൂട്ടിംഗ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നു, മോഹൻലാൽ ജോയിൻ ചെയ്യും, പ്രൊഡ്യൂസേഴ്സൊക്കെ ഓക്കെയാണ്, കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ കഴിയുന്നെങ്കിൽ ഉറപ്പായിട്ടും റാം 1 പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസ് ചെയ്താൽ റാം 2 അത് ഗംഭീര സിനിമയോടാണെങ്കിൽ, കാരണം പൂർണ്ണമായും ഹോളിവുഡ് ആക്ഷൻ മാസ്റ്റർമാരിലാണ് അതിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നത്. എന്നാലും ഗംഭീര ഒരു സിനിമ ആയാൽ റാം 2 എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങി അത് അവസാനിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഈ ഒരു ഡേറ്റ് പറയുന്ന ജിത്തു ജോസഫ് പറയുന്ന അടുത്ത ഇടയിൽ തന്നെ തുടങ്ങുമെന്ന് പറയുന്നത് നടന്നാൽ റാം നടന്നു, അല്ലെങ്കിൽ പിന്നീട് അടുത്ത കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ റാം ചാൻസ് വളരെ കുറവാണ്.